നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിനെ, ഇപ്പോ രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റ്, ആ പോസ്റ്റിലെ ജെൻസി എന്ന പരാമർശമാണ് ബി ജെ അതെ. പിയെ ഇപ്പോൾ ഇളക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ബി ജെ പി അത് രാജ്യത്തിന്റെ രാജ്യത്തിൽ അരാജകത്വം ഉം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന ഉം. അതാണ് അവര് അതെ, ബി അതെ, ജെ പി അതെ, വാദം. അതെ, അതെ. അതെങ്ങനെയാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ വസ്തുത? യഥാർത്ഥ സംഭവം എന്താന്ന് വെച്ചാല്, സത്യം പറഞ്ഞാൽ ഇത്രയും കാലം അവർ രാഹുൽ ഗാന്ധിയെ ഒരു പ്രതിയോഗിയായിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. പക്ഷേ കുറച്ച് നാളുകളായിട്ട് അങ്ങനെയല്ല. വിഷയം അവരുദ്ദേശിച്ച പോലെ അല്ലാന്ന് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഏത് വിധേനയും ആക്രമിച്ചില്ലാതാക്കുക, അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ബി.ജെ.പി രാജ്യാന്തര തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജെൻസി പരാമർശത്തിന്റെ പേരിലുണ്ടാകുന്ന ഈ ആക്രമണങ്ങളും കേസും ഒക്കെ ഉം. ഉണ്ടാകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പം നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു രാജ്യമാണ്. എനിക്ക് തോന്നുന്നു സൈന്യമൊക്കെ വളരെ ചെറിയൊരു സൈന്യമൊക്കെ ഉള്ളൊരു രാജ്യമാണ്. അപ്പം അവിടെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി. ജെൻസി വിപ്ലവം എന്ന് പറയുന്ന ഒരു വലിയൊരു വിപ്ലവം ഉണ്ടായി. അവിടുത്തെ യുവതലമുറ സോഷ്യൽ മീഡിയയിലൂടെ സംഘടിച്ചു. വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. പ്രധാനമന്ത്രി രാജിവെച്ചു. അങ്ങനെ അവിടുത്തെ ആ രാജ്യം മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നൊരു സാധ്യത ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കണ്ടത് ഭയത്തോടു കൂടിയാണ് ലോകത്തിലുള്ള എല്ലാ ഭരണകൂടങ്ങളും കണ്ടതെന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ പോലെയല്ല ഈ ജിൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ എന്നൊരു ബോധ്യം എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം നേപ്പാളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ പോലും മറ്റ് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലും സമാനമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകാറുണ്ട്. മാത്രമല്ല ഇതിന്റെ സമാനമായി തന്നെ കഴിഞ്ഞിടയ്ക്ക് ബംഗ്ലാദേശിലും വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അത് വലിയ പ്രശ്നമായിരുന്നു. അന്നും ഈ പറയുന്ന പോലെ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലേക്ക് ഒളിച്ചോടേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷന്റെ ഭാഗത്ത് നിന്ന് പല സോഷ്യൽ ലോകരാഷ്ട്രങ്ങളും. മീഡിയ അതെ, സൈറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് സോഷ്യൽ പ്രചരിക്കുന്നത്. മീഡിയ സൈറ്റുകൾ നിരോധിച്ചിരുന്നു. പക്ഷെ അതെ, ഒരൊറ്റ സൈറ്റിലൂടെയാണ്, അതായത് അതെ, ടിക്ടോക്കിലൂടെ എങ്ങാനും മറ്റുമാണ് അതെ, അവര് ആ, സംഘടിച്ച് അത്രയും വലിയൊരു അതെ, പ്രക്ഷോഭം സൃഷ്ടിച്ചത്. ഉണ്ടാകുന്നത്. ആ, അപ്പം ഇത് ലോകത്തിലെ പല രാജ്യങ്ങളിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ആളുകളെ മാറ്റിമറിക്കാൻ, അവരുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ ഇത്തരം സോഷ്യൽ മീഡിയയ്ക്ക് പറ്റുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ലോകരാഷ്ട്രങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ഉം, അവിടെയാണ് ഇവർ രാഹുൽ ഗാന്ധിയെ ഭയപ്പെട്ടു തുടങ്ങുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഈ ഒരു വോട്ട് ചോരി എന്നൊരു വലിയൊരു വിഷയം മുന്നോട്ട് കൊണ്ടിരുന്നു. അത് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് അവർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു. പലതര മൂവ്മെന്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെല്ലാം സാധാരണ പൊളിറ്റിക്കലി ബി.ജെ.പി കണ്ടിരുന്നത് ഒരു സാധാരണ ഒരു പൊളിറ്റിക്കൽ മൂവ് ആയിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. മാത്രമല്ല, അടുത്ത കാലത്താണ് അത് അങ്ങനെയല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ട് ബി.ജെ.പി എത്തുന്നത്. അതായത് ഈ ജിൻസി എന്ന് പറയുന്ന ഒരു തലമുറയെ നമ്മൾ നിസ്സാരമായി കാണേണ്ടവരല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അപ്പം അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവര് വളരെ വൈബ്രന്റ് ആയിട്ട് തിരിച്ചടിക്കുന്ന, അല്ലെങ്കിൽ യാതൊരുവിധ മുൻവിധിയും ഇല്ലാതെ അവർ ഇറങ്ങി പുറപ്പെടുന്ന ഒരു തലമുറയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ത്യയിലും വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ജനറേഷനെ കയ്യിലെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറി മറിയാനുള്ള സാധ്യത ഉണ്ട്. ഈ ഭയം അതെ, തീർച്ചയായിട്ടും ബി ജെ പി. ബി.ജെ.പിക്ക് ഉണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളെയും, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ മൂവ്മെന്റുകളെയും തടയിടുക എന്നുള്ള ലക്ഷ്യമാണ് ബി.ജെ.പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. അതായത് ഇന്നലെ നടന്ന വോട്ട് ചോരിയുടെ രണ്ടാം ഘട്ട വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുക മാത്രമാണ് ചെയ്തത്. അപ്പം അതിൽ അദ്ദേഹം യുവാക്കളെയും ജെൻസിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണ ഒരു ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ സാധാരണ ഒരു മെൻഷൻ ചെയ്ത് പോയതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ ഭയം അതെ, ഒരു ഉണ്ടാക്കുകയും ഭയം ഉണ്ടാക്കി. അവരിൽ ഒരു വലിയൊരു ഭയം ഉണ്ടാക്കി. ജെൻസിയെ അഭിസംബോധന ചെയ്യുമ്പോഴത്തേനും അവർ കരുതി ഇത് കലാപത്തിനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് അവർ പറയുന്നത്. സത്യത്തിൽ അത് രാഹുൽ ഗാന്ധി ഒരു സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ, പല ജനറേഷനിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ഒന്ന് മെൻഷൻ ചെയ്ത് വിടുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അതിൽ അവർ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. കാരണം ഒരിക്കൽ പോലും സാധാരണഗതിയിൽ ഇത്തരം നേതാക്കൾ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴത്തേനും ആ ജനറേഷനിൽപ്പെട്ട ആളുകൾ അയാളെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ നേതാവിനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഇപ്പം ഒരു മന്ത്രി വന്നിട്ട് യുവാക്കളെ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, എന്താണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കും. അപ്പം
രാഹുൽ ഗാന്ധിയിലേക്ക് അത്തരം ശ്രദ്ധകൾ എത്തുന്നത് അവരെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കാരണം BJPയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും RSSന്റെ രാഷ്ട്രീയമാണ്. അത് വർഗീയതയുടെ രാഷ്ട്രീയമാണ്. പുതിയ കാലത്തെ കുട്ടികൾ അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അവരുടെ മുമ്പിലേക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ചെന്നാൽ അവരെ സമ്മതിക്കില്ല. അവരത് കേൾക്കാൻ പോലും തയ്യാറാവില്ല എന്നുള്ളതാണ് അതിൻ്റെ അതൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകളും ടെക്നോളജികളിലും അവരുടേതായ ലോകത്ത് വിഹരിച്ച് നടക്കുന്ന ഒരു ജനറേഷനാണ് അവർ. അപ്പം അവർക്ക് ആവശ്യമായത് ആര് കൊടുക്കുന്നു അതിലേക്ക് അവർ ചാഞ്ഞു പോകുന്നുള്ള കാര്യമാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അത് കൊടുക്കാൻ BJPക്കോ RSSനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അതിന് പ്രശ്നം വരുന്നത്. കാരണം അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയമാണ്. അതല്ലാതെ അവർക്ക് വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ വികസനം പറയുമോ? ഇല്ല. അവർക്ക് വികസനം പറഞ്ഞാൽ അവർ എവിടം വരെ പറയും. കാരണം അതിന് പറ്റിയ ആൾക്കാരോ അല്ലെങ്കിൽ അതിന് പറ്റിയ ബുദ്ധിയുള്ള ആൾക്കാരോ ആ കൂട്ടത്തിലില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ല. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാജ്യമാണ്. അതിനുവേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഓരോ തെരഞ്ഞെടുപ്പുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിനപ്പുറത്തേക്ക് അവർക്ക് പറയാൻ, ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ അല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കളോട് പറയാൻ മറ്റൊരു രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അവർ ഭയന്നു പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനെ ഏത് വിധേനയും അടിച്ചമർത്തുക എന്ന് ഉള്ളത് അവർക്ക് മുന്നിലുള്ള ഏക വഴി അത് മാത്രമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്. അതെന്തായാലും വിലപ്പോവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സത്യമെന്ന് മനസ്സിലാക്കണം. കാരണം ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ജനറേഷനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പലവിധ മാർഗങ്ങളിലൂടെ ആ ജനങ്ങളിലേക്ക് എത്തിപ്പെടുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ. അത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഇനി മുൻകാലങ്ങളിൽ മുന്നോട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ വോട്ടുചേരിയുടെ വെളിപ്പെടുത്തലുകളും അതും വീണ്ടും ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ലേ? തീർച്ചയായിട്ടും അത് വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് അടുത്ത കാലത്തെങ്ങും ഇനി നിൽക്കാൻ പോകുന്നില്ല. ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇനി അടുത്ത കാലത്തെങ്ങും നിൽക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ചെറിയൊരു ബോംബ് മാത്രമാണ് അദ്ദേഹം പൊട്ടിച്ചത്. അദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ വലിയൊരു ആറ്റം ബോംബാണല്ല പൊട്ടിച്ചത്. എങ്കിൽ പോലും അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ആ ഒരു അവതരിപ്പിച്ച രീതി തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വെറുതെ വന്ന് മൈക്കിന് മുന്നിൽ വന്നെന്ന് പറയില്ല. അദ്ദേഹം വലിയൊരു പ്രസന്റ് ചെയ്യുകയാണ്. അതായത് അദ്ദേഹം പവർ പോയിന്റ് ഉപയോഗിച്ച് ആ ഒരു വിഷയങ്ങളെ കൃത്യമായി ഗ്രാഫുകളുടെ സഹായത്തോടു കൂടി തന്നെ അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുകയാണ് ചെയ്തത്. ആളുകളെ നേരിട്ട് കൊണ്ടുവരുന്നില്ലേ? അതെ. അതായത് നമ്മളത് കണ്ടിരുന്നു. നമ്മളാണെങ്കിൽ പോലും ആ ഒരു വീഡിയോ കണ്ടുപോയാൽ നമ്മളത് മുഴുവൻ കണ്ടു തീർക്കാൻ നമുക്കവിടെ എഴുന്നേക്കാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്ക് വ്യക്തമായിട്ട് സ്ഫുടതയോടുകൂടിയുമാണ് അദ്ദേഹം ആ ഒരു പ്രസന്റേഷൻ അവിടെ നടത്തിയത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ BJP സംബന്ധിച്ച് വലിയൊരു അടിയാണ്. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കാൻ വരുന്ന രീതി എങ്ങനെയാണ്? അദ്ദേഹം വന്ന് നിൽക്കും, അദ്ദേഹത്തിന് ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും, അത് പ്രോംപ്റ്ററിൽ നോക്കി വായിക്കും. അതാണ് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ അവരുടേതായ മാധ്യമങ്ങളിലൂടെയും അവരുടെ ഗോദി മീഡിയയിലൂടെ അവർ പ്രൊമോട്ട് ചെയ്യുക മാത്രമാണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടത്. പക്ഷെ ഇതിനപ്പുറം എങ്ങനെ ജനങ്ങളോട് സംവദിക്കാം എന്നതിന്റെ വലിയൊരു ഉദാഹരണം രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അവർക്കത് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇനിയുള്ള ജനറേഷനെ ഒരിക്കലും തങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് BJPയും RSSും എത്തിച്ചേരുന്നിടത്താണ് രാഹുൽ ഗാന്ധിയുടെ വിജയം. അവിടെയാണ് മോദിയും അമിത്ഷായും അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഭയക്കേണ്ടത്.